ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് റാഷിദ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്താണ് കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസിനെ കുറിച്ച് നമുക്ക് എന്താണ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. സോ അതിന് വേണ്ടിയിട്ട് എന്താണ് ഞാനിവിടെ കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. കാരണം ഈ പ്രിൻ്റ് എന്നുള്ളത് നമ്മൾ എന്താണ് ഓൾറെഡി നോക്കിയതാണല്ലേ. എന്താണ് പ്രിൻ്റ്? ഇപ്പോൾ ഞാനിവിടെ പ്രിൻ്റ് എന്ന് പറഞ്ഞു. ഇതെന്ന് പറയുന്നത് പൈത്തണിൻ്റെ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷനാണ്. ഇത് എങ്ങനെയെന്നറിയാം, ഈ ഒരു ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതെന്താണ് ഫംഗ്ഷനാണ് എന്നുള്ളത്. സോ പൈത്തണിൻ്റെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലാതെ പൈത്തൺ പ്രൊവൈഡ് ചെയ്യുന്ന പൈത്തണിൻ്റെതായ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെറ്റ് ഓഫ് കോഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, കോഡുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഫങ്ഷൻസ് എന്ന് പറയുക. അത് ബിൽട്ടിനായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടാവും, യൂസർ അതായത് ഒരു ഡെവലപ്പർ ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ടാവും. സോ ഫസ്റ്റ് ബിൽട്ടിനായിട്ടുള്ള പൈത്തണിൻ്റെ ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ ഇപ്പം എന്താണ് പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലേ. ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് എന്താണ്, ഈ ഒരു ഡബിൾ ബ്രാക്കറ്റ് ക്ലോസിങ് ആൻഡ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് റൗണ്ട് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ ഫംഗ്ഷനാണെന്ന് മനസ്സിലാവും. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് മെൻഷൻ ചെയ്യുന്നു? അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഈ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഈ ഒരു സംഭവത്തിനെയാണ് ഇത് എന്തെന്ന് പറയുന്നത്, പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പാരാമീറ്ററായിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും? ഇവിടെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എന്താണ് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഫംഗ്ഷൻ എന്താണ് ചെയ്തത്, ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള പാരാമീറ്ററിനെ പ്രിന്റ് ചെയ്യാണ് ചെയ്തത് അല്ലേ. ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റി. ഇനി നമുക്ക് എന്താണ് രണ്ട് രീതിയിൽ പാരാമീറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പ്രിന്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ. ഒന്നെന്ന് പറയുന്നത് ഒരു വേരിയബിൾ. ഇപ്പോൾ ഞാനിവിടെ നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞു, റഷീദ് എന്ന് പറഞ്ഞു. ഇനി എന്താണ് സ്ട്രിങ് ആയിട്ട് പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു സ്ട്രിങ് ആയിട്ട് ഒരു പാരാമീറ്ററിനെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു വേരിയബിളിൻ്റെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പാരാമീറ്ററായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. സംഭവം നമ്മൾ രണ്ട് കൊടുത്താലും ഔട്ട്പുട്ട് എന്താണ് സെയിം സംഭവം. എന്താണോ നമ്മൾ ഈ പാരാമീറ്ററിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇത് വേരിയബിളിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നു, ഇവിടെ ഞാൻ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് അതായിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്യുക. അപ്പോൾ എന്താണ് ഇവിടെ പ്രിന്റ് ചെയ്തത്, നെയിം എന്ന് പറഞ്ഞിട്ടാണ് പ്രിന്റ് ചെയ്തത് അല്ലേ. സോ എന്താണ് നമുക്ക് ഒരു സ്ട്രിങ് വെച്ചിട്ട് നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ കൊടുക്കാൻ വേണ്ടി പറ്റും ആ പ്രിന്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ. പിന്നെ എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും, ഒരു വേരിയബിൾ നെയിം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൊടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തുമാകട്ടെ അതിന് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ അടുത്ത ഒരു എക്സാമ്പിളിൽ നമുക്ക് എന്താണ് ഇവിടെ കാണാനുള്ളത്, ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽട്ടിംഗ് ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽട്ടിംഗ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്കാകുക? നമ്മളെന്താണ് ഈ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ നെയിം കൊടുത്തില്ലേ, ഈ നെയിമിൻ്റെ ഉള്ളിൽ ഞാൻ എന്താണ് ഒരു ഫംഗ്ഷൻ കൂടി എഴുതാണ്. ഈ നെയിമിൻ്റെ ടൈപ്പ് എന്താണ് എന്ന് എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ പ്രിന്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് യൂസ് ചെയ്ത്, ടൈപ്പ് എന്ന് പറയുന്ന ഈ ഒരു ബിൽട്ടിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തു. ഞാൻ അതിനെ റൺ ചെയ്തപ്പോൾ നമുക്ക് എന്താണ് ക്ലാസ് str സ്ട്രിങ് ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഇനി ഞാനിവിടെ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് 45 എന്ന് കൊടുത്തു. 45 എന്ന് കൊടുത്തപ്പോൾ എന്താണ് അതിൻ്റെ ടൈപ്പ് നമുക്ക് എന്താണ് വീണ്ടും str എന്ന് കണ്ടു. ഇനി ഞാൻ ഇതിൻ്റെ ഡബിൾ കോട്ട്സ് റിമൂവ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാതു, റൺ ചെയ്തു. അപ്പോൾ എന്താണ് അത് ഇൻറ്റിജർ ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഈ നെയിമിൻ്റെ ടൈപ്പ് എന്താണ്, ഇൻറ്റിജർ ആണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റി അല്ലേ. സോ അതാണ് എന്ത് ഈ ടൈപ്പ് ഫംഗ്ഷനോട്ട് മീൻ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് ID എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷൻ കൂടിയുണ്ട്. ആ ID എന്താണുള്ളത്, ഞാൻ ഈ ടൈപ്പിന് പകരം ID എന്നാക്കി ID നെയിം എന്ന് കൊടുത്തു. അപ്പോൾ എന്താണ് ഇവിടെ പ്രിന്റ് ചെയ്യുക, ഇവിടെ പ്രിന്റ് ചെയ്യുക എന്താണ്, ഈ പ്രിന്റ് ചെയ്യുക എന്താ വെച്ചാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു മെമ്മറി ഉണ്ടല്ലേ. നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞു ഇതിനൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട് എന്നുള്ളത്. ഈ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, അതിൻ്റെ പേരാണ് fname എന്ന്. അതുകൂടാതെ തന്നെ അതിനെന്തുണ്ട്, ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ടാവും, ഒരു മെമ്മറി യുണീക്കായിട്ടുള്ള ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ടാവും. ആ മെമ്മറി അഡ്രസ്സാണ് എന്തിൽ ID ആയിട്ട് അതിനെ എടുക്കുന്നത്. ആ ID നമ്പറാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രിൻ്റ് ആയിട്ട് കാണുന്നത്. ഇനി ഞാനിവിടെ വേറെ നെയിമിൽ തന്നെ നെയിം ഈക്വൽ ടു റഷീദ് എന്ന് കൊടുത്തു. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പ്രിന്റ് ചെയ്തപ്പോൾ
സോറി നെയിം വൺ എന്ന് പറഞ്ഞു, ഇവിടെ നെയിം 1 എന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇതിനെ റൺ ചെയ്യുമ്പോൾ ഉണ്ടോ, അപ്പോൾ ആ ഒരു ID നമുക്ക് എന്താണ് ഡിഫറെൻ്റ് ആണ് അല്ലേ, ഈ ID അല്ല ഈ ID. സോ നമ്മൾ എത്ര വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു അത്രയും വേരിയബിളിനും യൂണിക്കായിട്ടുള്ള ഒരു ID ഉണ്ടാവും. ആ IDനെ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ID എന്ന് പറയുന്ന ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് എന്താണ്, നെക്സ്റ്റ് 1 നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്താണ്, ലെങ്ത് ആണ് അല്ലേ, ലെങ്ത് ഫംഗ്ഷൻ. അപ്പോൾ ഈ ലെങ്ത് ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക, ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ കയ്യിൽ ഒരു സ്ട്രിങ് ഉണ്ട് അല്ലേ, ഇവിടെ ഒരു നെയിം ഉണ്ട്. ഞാനിവിടെ ഈ നെയിമിന് പകരം ഞാൻ എന്താണ് ഇവിടെ പൈത്തൺ പ്രോഗ്രാമിംഗ് എഴുതി. ഓക്കെ, ഈ പൈത്തൺ പ്രോഗ്രാമിംഗ് എഴുതി. ഇനി ഞാൻ എന്ത് പറയുകയാണ്, എനിക്ക് ഇതിൻ്റെ ലെങ്ത് കാണണം. ഞാൻ എന്താണ് ഇതിനെ LEN ആക്കി. LEN എന്ന് പറഞ്ഞിട്ട് എന്താണ് നെയിം 1. ഇവിടെ ഞാൻ ഇതിനെ റിമൂവ് ചെയ്യാണ്. എന്നിട്ട് എന്താണ് ജസ്റ്റ് നെയിം ഇവിടെ കൊടുത്തു. ഇനി ഞാൻ ഇതിനെ റണ്ണ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ്, എത്രയാണ് അതിൻ്റെ ലെങ്ത്, ഈ ഒരു നെയിമിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള ഈ പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതിൽ എത്ര ക്യാരക്ടർ ഉണ്ടോ അത്രയും ക്യാരക്ടർ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റി. അതായത് ഈ പൈത്തൺ പ്രോഗ്രാമിൻ്റെ ലെങ്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. എങ്ങനെയാണ്, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. സോ സ്പേസിനെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു ക്യാരക്ടറായിട്ടാണ് എടുക്കുന്നത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഈ പൈത്തൺ പ്രോഗ്രാമിംഗ് എഴുതിയ ഈ നെയിം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ലെങ്ത് എന്താണ്, 18 ക്യാരക്ടർ ആണ്. 18 എന്താണ് ആൽഫബറ്റ്സ് എന്തുണ്ട് അതിലുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, അറിയാൻ വേണ്ടി പറ്റി. ഇനി നെക്സ്റ്റ് വന്നിട്ട് എന്താണ്, സമ്മാണ് അല്ലേ. അവിടെ വന്നിട്ട് എന്താണ്, ഇപ്പോൾ നമ്മൾ ഇമേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലെങ്ത് കഴിഞ്ഞാൽ പിന്നെ സമ്മാണുള്ളത്. ഈ സം എന്ന് പറയുമ്പോൾ നമ്മളെന്താണ്, ഞാനിപ്പോൾ ഇവിടെ ഒന്ന് സം എന്ന് പറയുകയാണ്. സം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ എന്ത് പറഞ്ഞു, നമ്പേഴ്സ് എന്ന് പറയാണ്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിന് പകരം ഞാൻ അതവിടെ നിൽക്കട്ടെ, ഇതിന് പകരം ഞാൻ എന്ത് ചെയ്തു, നമ്പേഴ്സ് എന്ന് പറഞ്ഞു. ഇനി ഇതെന്താണ് ഈ ബ്രാക്കറ്റിലിട്ട് കഴിഞ്ഞാൽ എന്താണ് അത്, ഡിക്ഷണറി ആണോ, ടപ്പിളാണോ, അതോ വേറെ എന്തെങ്കിലും ആണോ, ലിസ്റ്റാണോ, എന്താണ്, ലിസ്റ്റാണ് അല്ലേ. സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പിനെ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പിനെ ഞാൻ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൽ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ടൈപ്പ് നോക്കാം. ഞാൻ എന്ത് ചെയ്യാണ്, അതിൻ്റെ ടൈപ്പ് നോക്കുമ്പോൾ എന്താണ് നമുക്ക് അതിൻ്റെ ടൈപ്പ് വന്നത്, ഇവിടെ ലിസ്റ്റ് എന്ന് കാണാൻ വേണ്ടി പറ്റി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, അതിനെ സം എന്ന് പറഞ്ഞു. സം എന്ന് പറയുന്ന ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു ലിസ്റ്റിൻ്റെ മൊത്തം സം എത്രയാണെന്നുള്ളത് നോക്കുകയാണ്. ഇപ്പോൾ 4 + 3 7 7 + 2 9 9 + 1 10 ആണ്. അപ്പോൾ റിസൾട്ട് നമുക്ക് 10 ആണ് കിട്ടേണ്ടത്. ഞാനിവിടെ റൺ ചെയ്തു. സോ യെസ്, നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇവിടെ റിസൾട്ട് 10 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്താണ്, ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതെന്താണ്, ഇൻപുട്ട് എന്താണ്, ഇപ്പം നമുക്ക് ഈ ഒരു നമ്പറിലേക്ക്, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു എ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് എനിക്ക് ഒരു റൺ ടൈമിൽ ഒരു വാല്യൂ എടുക്കണം. സോ ഞാൻ എന്ത് പറഞ്ഞു, എ ഈക്വൽ ടു, അല്ലെങ്കിൽ എ ഈക്വൽ ടു ഒരു ഇൻറ്റിജർ വാല്യൂ എടുക്കുകയാണെന്ന് വിചാരിക്കുക. എ ഈക്വൽ ടു ഞാൻ എന്ത് പറഞ്ഞു, ഇൻപുട്ട് എന്ന് പറഞ്ഞു. ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞു, എൻ്റർ യുവർ നമ്പർ എന്ന് പറഞ്ഞു. പ്രിന്റ് എന്താണ് ഞാൻ പറയുന്നത്, പ്രിന്റ് എ എന്ന് പറഞ്ഞു, പ്രിന്റ് എ. സോ ഇതിനൊക്കെ ഈ സമ്മിനപ്പോൾ ഞാൻ തൽക്കാലം റിമൂവ് ചെയ്യുന്നു. ഓക്കെ, പൈത്തൺ എഴുതുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഈ സ്പേസ് ഒന്നും പാടില്ല. സോ ഞാൻ എന്ത് ചെയ്യണം, ആ സ്പേസിനെ റിമൂവ് ചെയ്തപ്പോഴാണ് ആ എറർ പോയത്. ഇപ്പോൾ ഇവിടെ എന്താണ്, ഇപ്പോൾ ഞാനൊരു എ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഒരു ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. എന്നിട്ട് ആ ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ്റെ ആട്രിബ്യൂട്ട് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റർ യുവർ നമ്പർ എന്ന് പറഞ്ഞു. അതായത് റൺ ടൈമിൽ നമുക്ക് എന്താണ്, ഒരു വേരിയബിളിനെ യൂസറിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഇൻപുട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു അല്ലേ. ഈ എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ പ്രിന്റ് എ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്,
ആ എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 5 എന്ന് കിട്ടി. ഇനി അടുത്തത് വീണ്ടും എനിക്കൊരു പുതിയൊരു വേരിയബിൾ വേണം. ഞാനിവിടെ 10 എന്ന് പറഞ്ഞു, 10 എന്ന് പറഞ്ഞിട്ട് റൺ ചെയ്തു. സോ 10 ഇവിടെ പ്രിന്റ് ചെയ്തു. അപ്പോൾ ഒരു യൂസറേറ്റ് നിന്ന് നമ്മളൊരു വാല്യൂ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു രീതി പറ്റില്ല അല്ലേ? ആ യൂസർ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വാല്യൂ മാറ്റി കൊടുക്കലൊന്നും ശരിയായ രീതിയല്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഇൻപുട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് എൻ്റർ യുവർ നെയിം എന്ന് കൊടുക്കും. ഇപ്പോൾ നമുക്ക് എന്താണ് വേറെ ഒന്നും അവിടെ കാണാല്ല, ഔട്ട്പുട്ട് ഒന്നും കാണാല്ല. എൻ്റർ യുവർ നമ്പർ എന്ന് കൊടുത്തു. ഞാൻ എന്ത് പറഞ്ഞു? ഇവിടെ 25 എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 25 ഈ എയിലേക്ക് അസൈൻ ചെയ്യുകയും ആ എയിലുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യുക? ഇവിടെ പ്രിന്റ് ചെയ്യുകയും ചെയ്തു. കണ്ടോ? ഇപ്പം എന്ത് ചെയ്തു? നമുക്ക് 25 എന്ന് പ്രിന്റ് ആയി. സോ അതാണ് എന്ത് പറയുന്നത്? ഇൻപുട്ട് എന്ന് പറയുന്ന ഇൻബിൽട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് റൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ നേരത്തെ ചേഞ്ച് ചെയ്ത മാതിരി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട. അവിടെ 35 കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ആ എയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 35 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തത് എവിടെ സേവായി? ഈ എ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൻ്റെ ഉള്ളിൽ സേവായി. എന്നിട്ട് ആ എയിലുള്ള വാല്യൂവിനെ നമ്മളിവിടെ പ്രിന്റ് ചെയ്തു. ഇനി നമുക്ക് എന്താണുള്ളത്? റൗണ്ട് ഫംഗ്ഷൻ ആണുള്ളത്. റൗണ്ട് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഞാനിപ്പോൾ എന്താണ് ഈ എനെ ഞാനിവിടെ റിമൂവ് ചെയ്തിട്ട് ഈ എയിലുള്ള ഈ ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ ഞാൻ റിമൂവ് ചെയ്തിട്ട് ഞാൻ എന്താണ് അവയിലേക്ക് ഒരു ഡെസിമൽ വാല്യൂ ഞാൻ എന്ത് ചെയ്യാണ്? അസൈൻ ചെയ്യാണ് 3.5 എന്ന് പറഞ്ഞിട്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഈ പ്രിന്റ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിനെ ഈ എനെ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതിലെ ഡെസിമൽ വാല്യൂ കിട്ടി. എനിക്ക് വേണ്ടത് അതിൻ്റെ റൗണ്ട് ആയിട്ടുള്ള വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്താണ്? ഇപ്പോൾ ഇവിടെ എന്താണ് റൗണ്ട് ഉണ്ട് അല്ലേ? റൗണ്ട് ഫംഗ്ഷൻ. ഈ റൗണ്ട് ഇൻബിൽട്ട് ഫംഗ്ഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഞാൻ റൗണ്ട് എന്ന് പറഞ്ഞു. റൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു എയിനെ ഞാൻ എന്ത് ചെയ്തു? ആ റൗണ്ട് ഫംഗ്ഷൻ്റെ ആട്രിബ്യൂട്ടായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇനി ഞാൻ റൺ ചെയ്യുന്ന സമയത്ത് ആ എ എന്ന് പറയുന്ന ഈ വാല്യൂ ഉള്ള ഈ 3.5നെ അത് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? കണ്ടോ? മുകളിലേക്ക് റൗണ്ട് ചെയ്തിട്ട് 4 എന്ന് പറയുന്ന ഒരു റൗണ്ട് വാല്യൂ നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നു. ഞാനിപ്പോൾ ഇവിടെ 45 ആണ് കൊടുത്ത് വിചാരിച്ചോ. 45 യൂസ് ചെയ്യുമ്പോൾ എന്താണ് 3ലേക്ക് താഴേക്ക് റൗണ്ട് ചെയ്തു. അപ്പോൾ 50യുടെ മേലെയാണെങ്കിൽ മുകളിലേക്കും 50യുടെ താഴെയാണെങ്കിൽ താഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? അത് റൗണ്ട് ചെയ്തു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൗണ്ട് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് മിനിമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ മിനിമം ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ കാണുക? മിനിമം ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ കാണുക? ഇപ്പോൾ ഒരു സെയിം ഈ നമ്പേഴ്സ് എന്ന് പറയുന്നതിൽ നമുക്ക് എന്തുണ്ട്? 1 2 3 4 ഉണ്ട്. ഞാനിവിടെ എന്താണ് ഒരു റാൻഡമായിട്ട് കൊടുക്കുകയാണ്. 9 കൊടുത്തു. ഇവിടെ എന്ത് കൊടുത്തു? 3 കൊടുത്തു അല്ലേ? ഇനി ഞാൻ എന്ത് പറയാണ്? ഇവിടെ ഇതിനെ ഞാൻ റിമൂവ് ചെയ്തു. ഇതിനെ റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഈ റൗണ്ടിന് പകരം ഞാൻ എന്താണ് ഇവിടെ മിൻ എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ട് ഞാൻ എന്താണ് എനെ നമ്പേഴ്സിനെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഡിസ്പ്ലേ ചെയ്തു, ഇവിടെ മെൻഷൻ ചെയ്തു. എന്നിട്ട് ഞാൻ റണ്ണ് പറയുമ്പോൾ നമുക്കെന്താണ് ഈ ഒരു ലിസ്റ്റിലുള്ള മിനിമം വാല്യൂ ഏതാണോ 3 ആണെങ്കിൽ ഈ ലിസ്റ്റിലുള്ള മിനിമം വാല്യൂ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? ഇവിടെ കാണാൻ വേണ്ടി പറ്റി. സോ അത് മിനിമം എന്ന് പറയുന്ന ഒരു ഡിഫോൾട്ട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇനി എന്താണ് ആ ലിസ്റ്റിലുള്ള മാക്സിമം വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? ഈ മാക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ മാക്സിമം വാല്യൂ ഏതാണ്? 18 ആണ്. ആ 18നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? ഇവിടെ കാണാൻ വേണ്ടി പറ്റി. ഇനി നമ്മൾ നോക്കാനുള്ളത് ഏതാണ്? ഇൻഡ് STR ബൂളാണ് നോക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഇൻഡ് എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ എന്താണ് ഈ നമ്പറിൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റിജർ വാല്യൂ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ ഇൻറ്റിജർ വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു സ്ട്രിങ് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് പറയാണ്? പ്രിന്റിൽ ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ വേറൊരു വേരിയബിൾ യൂസ് ചെയ്യാണ്. എന്താണ്? ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ യൂസ് ചെയ്തു. എന്നിട്ട് ആ ബിയിലേക്ക് ഞാൻ എന്ത് പറയാണ്? ഈ നമ്പേഴ്സിനെ ഈ നമ്പർ എന്ന് പറയുന്ന അതിലുള്ള സ്ട്രിങ് വാല്യൂവിനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ ബിയിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇങ്ങനെ കൊടുത്ത് ഇതിലിങ്ങനെ ഈ ഒരു ബിയിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനാ വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ എന്താണ് ഈ പ്രോഗ്രാം റണ്ണായപ്പോൾ നമുക്ക് എന്താണ് ഓക്കെ ഞാൻ എന്ത് ചെയ്തു? പ്രിന്റ് ബി എന്ന് പറഞ്ഞു.
പ്രിന്റ് ബി എന്ന് പറഞ്ഞു. ഇനി എന്താണ്, ഞാൻ ഈ പ്രോഗ്രാം റണ്ണാക്കിയപ്പോൾ നമ്മൾ എന്താണ് 3 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടി. ഇനി പ്രിന്റിൽ ഞാൻ എന്ത് ചെയ്യാണ്, അതിനൊരു ടൈപ്പും കൂടിയും പറഞ്ഞു കൊടുക്കണം. ടൈപ്പ് ഞാൻ എന്ത് പറഞ്ഞു ഇവിടെ കൊടുത്ത് ആ ബിയുടെ ടൈപ്പിനെയും കൂടി ഞാനൊന്ന് പ്രിന്റ് ചെയ്തു. ടൈപ്പിന് ഞാൻ പ്രിന്റ് ചെയ്യാണ് ഇപ്പോൾ റൺ ചെയ്യുമ്പോൾ. ഇപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ സ്ട്രിങ് ആയിട്ടാണ് ഈ നമ്പറിലേക്ക് ഈ 3 സേവ് ചെയ്തിട്ടുള്ളത് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ വാല്യൂവിനെ, ഈ നമ്പറിലുള്ള വാല്യൂവിനെ ഇൻറ്റീജറായി കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ബിയിലേക്ക് സേവ് ചെയ്യുക ചെയ്തത്. ഇനി നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടോ അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ത് ചെയ്തു, ഇൻറ്റീജറായിട്ട് കാണാൻ വേണ്ടി പറ്റി. ഇനി ഞാൻ ഇതിനെ ഇൻറ്റീജറായിട്ട് തന്നെയാണ് അസൈൻ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ str ആയിട്ട് സ്ട്രിങ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ നമ്പറിലുള്ള വാല്യൂവിനെ കൺവേർട്ട് ചെയ്തു. ഇനി റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായി, ഇതിൻ്റെ ഡാറ്റ ടൈപ്പിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, str എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും ശരിക്കും ബിയിൽ എന്തുണ്ടാകുക, ഈ നമ്പറിലുള്ള ഈ വാല്യൂ ഉണ്ടാകുക. സോ അത്രയും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താണ്, ബൂളിയൻ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നോക്കേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ബൂളിയൻ എപ്പോഴും നമ്മൾ കൊടുക്കുക എന്താണ്, ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ്. ഇപ്പോൾ ഞാനിവിടെ ഇതിനെ ബൂളിയൻ BOOL എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഞാൻ എന്ത് പറയാണ്, 1 പറയാണ്. സോ ഇതിനൊക്കെ ഞാൻ റിമൂവ് ചെയ്തു. 1 പറഞ്ഞു. 1 പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ ഒരു ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇതിനെന്തായി, ട്രൂ ആയി. ഇനി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് ഫാൾസ് ആയിരിക്കും. സോ യെസ്, ഫാൾസ്. അപ്പോൾ ഈ ബൂളിയൻ എന്ന് പറയുന്നതിൽ 2 വാല്യൂ മാത്രമേ ഉള്ളൂ നമുക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റുക. ഒന്നുമില്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, ഒന്നുമില്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0. അപ്പോൾ ഇതല്ലാതെ മൂന്നാമതൊരു വാല്യൂ നമുക്ക് ഒരിക്കലും നമ്മളുടെ ബൂളിയനിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാനിവിടെ എന്താണ് 8 എന്ന് പറഞ്ഞു. 8 എന്ന് പറഞ്ഞിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആണ്. 9 എന്ന് പറഞ്ഞിട്ട് ഞാൻ റൺ ചെയ്യുമ്പോൾ അതും ട്രൂ ആണ്. കണ്ടോ, അപ്പോൾ ഏതെങ്കിലും ഒരൊറ്റ വാല്യൂവിനെ മാത്രമേ ഉള്ളൂ, 2 വാല്യൂവിനെ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സൈറ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുക. ഒന്നുമില്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അത് ട്രൂ ഫാൾസ് എന്ന് പറയുന്ന വാല്യൂ കാണിക്കും. അല്ലെങ്കിൽ അതെന്താണ്, മോസ്റ്റ്ലി ഫാൾസ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ട്രൂ തന്നെ ആയിരിക്കും എപ്പോഴും കാണിച്ച് തരിക. സോ അതെന്താണ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഫങ്ഷൻ, ഇനി നമുക്ക് അടുത്ത കണ്ടിന്യൂഷൻ ആയിട്ട് നോക്കേണ്ടത് എന്താണ്, ഇപ്പോൾ ഞാനിവിടെ നെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ ജോൺ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താണ്, dir എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ നെയിമിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിന്റ് ചെയ്യാണ്. ഓക്കെ, സോ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത് നോക്കാം. സോ ഇത്രയും ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഇത്രയും എവിടെ ഇതുവരെയുള്ള സംഭവങ്ങളെ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊന്ന് കോപ്പി ചെയ്ത് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് ഇത്രയും ക്യാപിറ്റലൈസ്, കേസ് ഫോൾഡ്, സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് എന്താണ്, സ്ട്രിങ്ങിന് എന്താണ് ഇത്രയും ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഫങ്ഷൻസും കൂടി ഉണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്, സ്ട്രിങ്ങിൻ്റെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താണ് സ്ട്രിങ്ങിൻ്റെ ഈ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എങ്ങനെയുള്ളത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. സോ ഗൈസ്, കീപ് പ്രാക്ടീസ് ആൻഡ് കീപ് ഇൻ ടച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.